അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു സിറ്റിംഗ് ജഡ്ജ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ വിവാദമായിരുന്നു. ഇതിന് ശേഷമാണ് സുപ്രീം കോടതി കൊളീജിയം ഈ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ ലഭിക്കുന്ന ശുപാർശകളിൽ ഉൾപ്പെടുന്നവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കൊളീജിയം നൽകുന്ന ശുപാർശകളിൽ ഉൾപ്പെടുന്നവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് BR ഗവായും ജസ്റ്റിസ് സൂര്യകാന്തും അടങ്ങുന്ന 3-അംഗ കൊളീജിയം പ്രത്യേകം അഭിമുഖം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഈ അഭിമുഖം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. 12 ഹൈക്കോടതികളിൽ നിന്നായി ഹൈക്കോടതി കൊളീജിയങ്ങൾ ശുപാർശ ചെയ്ത 101 പേരെയാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള കൊളീജിയം അഭിമുഖം നടത്തിയത്. പക്ഷേ ഇതിൽ ഈ പങ്കെടുത്ത 101 പേരിൽ 49 പേർക്ക് മാത്രമാണ് ഈ അഭിമുഖ പരീക്ഷ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നേരത്തെയൊക്കെ ഈ പങ്കെടുക്കുന്നവരിൽ ഈ ഹൈക്കോടതികളിൽ നിന്ന് ശുപാർശ ലഭിക്കുന്ന ഹൈക്കോടതി കൊളീജിയം ശുപാർശ ചെയ്യുന്നവരിൽ ഏതാണ്ട് 85-90% പേരെയും സുപ്രീം കോടതി കൊളീജിയം അവരെ ജഡ്ജിമാരായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. അതായത് അവർ ഈ അഭിഭാഷകരായിരുന്നപ്പോൾ ഹാജരായിരുന്ന കേസുകൾ, IB റിപ്പോർട്ട്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ഈ വിശദാംശങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം അവരെ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ശുപാർശ നൽകാനാണ് സുപ്രീം കോടതി കൊളീജിയം അവരുടെ പേര് ശുപാർശ ചെയ്യാറാണ് പതിവ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഈ അഭിമുഖം വളരെ ശക്തമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഒരാളെ ഹൈക്കോടതി ജഡ്ജിയാകുമ്പോൾ അതിനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം, ആ അഭിഭാഷകന് ഉണ്ടായിരിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിഷ്കർഷിച്ചിരുന്നത്. അതിൻ്റെ സാഹചര്യത്തിലാണ് 3-അംഗ കൊളീജിയം ഇവരെ ശുപാർശ ചെയ്തിരുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഇങ്ങനെ ഹൈക്കോടതി ശുപാർശ ചെയ്തു വരുന്നവരിൽ പകുതി പേര് പോലും ഈ അഭിമുഖ പരീക്ഷ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 101 പേരിൽ 49 പേർക്ക് മാത്രമാണ് ഈ പരീക്ഷ വിജയിക്കാൻ, അതായത് ഈ അഭിമുഖം ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് വലിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ ഹൈക്കോടതികൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ശുപാർശകൾ നൽകുന്നത്? അത് സുപ്രീം കോടതി കൊളീജിയത്തിന് പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത തരത്തിൽ അവർക്കൊരു അത്തരമൊരു സ്റ്റാൻഡേർഡ് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയിൽ റിട്ടയർ ചെയ്യും. അതിനുശേഷം വരുന്ന ജസ്റ്റിസ് BR ഗവായും ഇതേ നടപടി തുടരുമെന്നാണ് പറയപ്പെടുന്നത്.